പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയാണ്. കാരണം സംസ്ഥാന രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുകുലുക്കിയ ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച ശേഷമാണ് PV അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കാണാൻ പോകുന്നത്. മുഖ്യമന്ത്രിയോട് പല കാര്യങ്ങൾ അൻവറിനെ പറയാനുണ്ടാകും. അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉന്നയിക്കുന്ന ആരോപണ പരമ്പരയുണ്ട്. അതിനുള്ള തെളിവുകൾ സ്വാഭാവികമായും അദ്ദേഹം ആരോപണം ഉന്നയിച്ച ഏതെങ്കിലും ചെറുകിട ആളുകൾക്കെതിരെയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും നിസ്സാരരായ ആളുകൾക്കെതിരെയല്ല. പകരം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, CPM-ന്റെ സംസ്ഥാന സമിതി അംഗം P. ശശി, അതുപോലെ MR അജിത്കുമാർ എന്ന സംസ്ഥാന പോലീസിലെ ഏറ്റവും കരുത്തരായ ഒരു ഉദ്യോഗസ്ഥൻ, IPS ഉദ്യോഗസ്ഥൻ, ക്രമസമാധാന ചുമതലയുള്ള ADGP തുടങ്ങിയവർക്കെതിരെയാണ് പ്രധാനമായും PV അൻവറിൻ്റെ ആരോപണം. അതുകൊണ്ട് തന്നെ ആ ആരോപണങ്ങൾ വെറുതെ മാധ്യമങ്ങളെ കാണുമ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു പോകാൻ കഴിയുന്ന ഒന്നല്ല. അദ്ദേഹം അത് പറഞ്ഞെങ്കിൽ സ്വാഭാവികമായി അതിൻ്റെ തെളിവുകൾ അദ്ദേഹത്തിന് ഹാജരാക്കേണ്ടി വരും. ആ തെളിവുകൾ അദ്ദേഹം കൈമാറേണ്ടത് മുഖ്യമന്ത്രിക്കാണ്. മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രി. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയാണ് ഗുരുതരമായ ആരോപണം PV അൻവർ ഉന്നയിക്കുന്നത്. അതിന് ഉപോത്ബലകമായ തെളിവുകൾ ഹാജരാക്കാൻ PV അൻവറിന് കഴിയുമോ എന്നാണ് അറിയേണ്ടത്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ആരോപണങ്ങളിൽ കൂടുതൽ അന്വേഷണമുണ്ടാകും. മുഖ്യമന്ത്രി ഇന്നലെ തന്നെ വ്യക്തമാക്കിയത് ഏതെങ്കിലും കാര്യത്തിൽ പെട്ടെന്നുള്ള ഒരു എടുത്തിയാടിയോ തീരുമാനമല്ല, പകരം കൃത്യമായി ആലോചിച്ച ശേഷം അന്വേഷിച്ച ശേഷമുള്ള നടപടിയാകും ഉണ്ടാവുക. അതുകൊണ്ട് കൂടിയാകാം ഒരുപക്ഷെ MR അജിത്കുമാറിനെതിരെ ഒരു നടപടിക്ക് സർക്കാർ ഇതുവരെയും തയ്യാറാകാത്തത്. അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സർക്കാർ, മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. പത്തനംതിട്ട SP-ക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോഴും അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് മാറ്റുമ്പോൾ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അതൊക്കെ ഈ തെളിവുകൾ കൂടി ലഭിച്ച ശേഷം അത്തരം നടപടികളിലേക്ക് കടന്നാൽ മതി എന്നൊരു തീരുമാനമാകാം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉള്ളത്. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലൊരു അന്വേഷണ സംഘത്തെയാണ് സർക്കാർ ഇതിനെ നിയോഗിച്ചിട്ടുള്ളത്. ഇത് വലിയ അഭ്യൂഹങ്ങളാണ് ഈ ഘട്ടത്തിൽ പരക്കുന്നത്. കാരണം ആ ഭരണകക്ഷിയുടെ ഒരു പ്രധാന MLA, അതും പലപ്പോഴും ഭരണകക്ഷിയുടെ നാവായി, CPM-ൻ്റെ മുഖ്യമന്ത്രിയുടെയൊക്കെ നാവായി സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു MLA, ആ MLA ആണ് ഇത്തരത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട്, ആഭ്യന്തര വകുപ്പിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട്, സംശയ നീളാക്കിക്കൊണ്ട് വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങൾ തെളിയിക്കാനുള്ള ബാധ്യത കൂടി അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ എന്തുകൊണ്ട് ഈ ആരോപണം ഉന്നയിക്കുന്നു? ഈ ആരോപണത്തിന് പിന്നിൽ, അല്ലെങ്കിൽ ഇത്രയധികം തുറന്നു പറച്ചിലുകൾക്ക്, വെളിപ്പെടുത്തലുകൾക്ക്, ആരോപണങ്ങൾക്ക് PV അൻവർ എന്ന നിലമ്പൂർ MLA-ക്ക് ധൈര്യം നൽകുന്നത് ആരാണ് എന്ന ചോദ്യമാണ് ഉയർന്ന. സ്വാഭാവികമായും അദ്ദേഹം ഒറ്റയ്ക്കെന്ന് ആരും കരുതുന്നില്ല. അദ്ദേഹത്തിന് കൃത്യമായ ഒരു സംഘമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബലം നൽകുന്ന ഒരു സംഘമുണ്ട്. അതാരെന്ന് അന്വേഷണമാകും പ്രധാനമായും ഇനി നടക്കുക. അതാണ് ഇനി കണ്ടെത്തേണ്ടത്. ഏതായാലും PV അൻവർ അല്പസമയത്തിനകം പുറത്തേക്ക് വരുമെന്നതിൻ്റെ സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും ഈ രണ്ട് തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ പരക്കുന്നത്. ഒന്നുകിൽ ഇത് PV അൻവർ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി നടത്തുന്ന ഒരു നീക്കം, ഏതായാലും CPM കേന്ദ്രങ്ങൾ കൂടി അറിഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. രണ്ട് വഴികളാണ്, രണ്ട് സാധ്യതകളാണ് ഇപ്പോൾ പ്രധാനമായും രാഷ്ട്രീയ നിരീക്ഷകരും CPM കേന്ദ്രങ്ങളുമൊക്കെ കാണുന്നത്. ഒന്നുകിൽ പിണറായി വിജയൻ്റെ അനുമതിയോടുകൂടി PV അൻവർ നടത്തുന്ന ഒരു നീക്കം, അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ശുദ്ധീകരണം കൂടി ലക്ഷ്യമിട്ടുകൊണ്ട്, അല്ലെങ്കിൽ പോലീസിലെ മുഖ്യമന്ത്രി പലപ്പോഴും പറയാറുള്ള പുഴുക്കുത്തുകളെ കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു ഭരണകക്ഷി MLA ഉപയോഗിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന നീക്കം എന്ന് ഒരു വിഭാഗം പറയുമ്പോൾ, അങ്ങനെയല്ല. ഈ നീക്കത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതിനു പിന്നിൽ CPM-ലെ മാറി വരുന്ന ശാക്തിക ചേരിയാണ്, മാറി വരുന്ന ശാക്തിക ബലാബലമാണ് എന്ന ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. അത് ഏതാണ് എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനി വ്യക്തത ഉണ്ടാകേണ്ടത്. ഏതായാലും PV അൻവർ ഒറ്റയ്ക്കല്ല. PV അൻവറിൻ്റെ നീക്കങ്ങൾ ഒറ്റയ്ക്കുമല്ല. അതിനു വേണ്ടി കൃത്യമായ വെറുതെയുള്ളൊരു പ്രസ്താവനയോ പ്രസംഗമോ ഒന്നുമല്ല PV അൻവറിൻ്റെ. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള നീക്കമാണ്. അതിൻ്റെ കാരണങ്ങളാണ് ഇനി അറിയേണ്ടത്. ആരാണ് അതിന് പിന്നിലെന്നാണ് ഇനി അറിയേണ്ടത്. PV അൻവർ സ്വാഭാവികമായും അജിത്കുമാറിൻ്റെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ശക്തമായ കൃത്യമായ നടപടി പ്രതീക്ഷിക്കുന്നുണ്ടാകും. ആ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് വസ്തുതയാണ്. ഇന്നലെ മുഖ്യമന്ത്രി നടപടി ഉണ്ടാകുമെന്ന സൂചന നൽകിയെങ്കിലും MR അജിത്കുമാറിനെ ഇതിന് നടപടിയെടുക്കാനോ അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താനോ തയ്യാറായിട്ടില്ല. അവിടെയാണ് സംശയങ്ങൾ കൂടുതലുണ്ടാകുന്നത്. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ നിലപാട് അന്വേഷണത്തിന് ശേഷം മാത്രം നടപടി മതി എന്നുള്ളതാകാം. അങ്ങനെയെങ്കിൽ അത്തരത്തിൽ ഒരു ആരോപണം നേരിടുന്ന അതീവ ഗുരുതരമായ കൊലപാതക കുറ്റമടക്കമുള്ള ആരോപണം നേരിടുന്ന സ്വർണം പൊട്ടിക്കൽ, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി പോലും ബന്ധമുണ്ടെന്ന് ആരോപണം നേരിടുന്ന, അനധികൃത സ്വത്ത് സമ്പാദനം
നടത്തിയെന്ന ആരോപണം നേരിടുന്ന അത്തരമൊരു ഉദ്യോഗസ്ഥനെ ഈ അതേ പദവിയിൽ ഇരുത്തിക്കൊണ്ട് എങ്ങനെയാണ് ക്രമസമാധാന ചുമതലയുള്ള ക്രമസമാധാന പാലനത്തിൽ ADGP ആ സ്ഥാനത്തെത്തിക്കൊണ്ട് ലോ ആൻഡ് ഓർഡർ ADGP ആ സ്ഥാനത്തെത്തിക്കൊണ്ട് എങ്ങനെയാണ് ഒരു അന്വേഷണം നടത്തുക എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നുവന്ന്. ഏതായാലും PV അൻവറിന്റെ ലക്ഷ്യമെന്ത് എന്നത് ആദ്യം അറിയേണ്ടിയിരിക്കുന്നു. PV അൻവറിന്റെ പിന്നിലാര്, അദ്ദേഹത്തിന്റെ പിൻബലം ആര് എന്ന കാര്യം, മറ്റൊരു കാര്യം അറിയേണ്ടിയിരിക്കുന്നു. വളരെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെയാണ് CPM രാഷ്ട്രീയം, ഭരണപക്ഷ രാഷ്ട്രീയം കടന്നു പോകുന്നത്. PV അൻവറിന്റെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകൾ അത്രയധികം CPM-നെ ഉലച്ചിട്ടുണ്ട്. CPM-ന്റെ കഴിഞ്ഞ സംസ്ഥാന സമിതി യോഗത്തിലും ഈ വിഷയം ചർച്ചയ്ക്ക് വന്നതാണ്. അന്ന് അൻവറിനെ നിയന്ത്രിക്കണമെന്ന അഭിപ്രായം ചില സംസ്ഥാന സമിതി അംഗങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു. മുഖ്യമന്ത്രി അന്ന് മറുപടി പറഞ്ഞതായി നമുക്ക് അറിയാൻ കഴിയുന്നത് എടുത്തുചാടിയുള്ള നീക്കം വേണ്ട, എടുത്തുചാടുള്ള തീരുമാനങ്ങൾ വേണ്ട, ആലോചിച്ചു മതി തീരുമാനങ്ങൾ എന്ന മുഖ്യമന്ത്രി സംസ്ഥാന സമിതി യോഗത്തിൽ അഭിപ്രായപ്പെട്ടതായ ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CPM നേതൃത്വം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് PV അൻവറിന്റെ തുടർ നീക്കങ്ങൾ, അതിന് മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ, മുഖ്യമന്ത്രി ഏതറ്റം വരെ ഈ രീതിയിൽ സംസാരിക്കാൻ അൻവറിനെ അനുവദിക്കും, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നടപടി ഉണ്ടാകുമോ. അൻവറിനെ പ്രകോപിപ്പിച്ച പ്രധാന ഘടകം P ശശി പലപ്പോഴും അൻവർ ഉന്നയിച്ച പരാതികളിൽ അത് ചില പരാതികളിൽ കൃത്യമായ നടപടികൾ എടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് P ശശിക്കെതിരെയുള്ള ഒരു രോഷമാണ് അൻവർ പ്രകടിപ്പിക്കുന്നത് വിലയിരുത്തലുകൾ ഉണ്ട്. എന്നാൽ അതല്ല, കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി, അതും ഈ PV അൻവറിന്റെ ആരോപണങ്ങൾ ഉയർന്നു വന്ന ദിവസം വളരെ പ്രധാനമാണ്. CPM-ന്റെ സംഘടനാ സമ്മേളനങ്ങൾ, അതായത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുന്ന ദിവസമാണ്. CPM-ൽ സമ്മേളന കാലമാണിത്. ആ CPM സമ്മേളനങ്ങളെ കൂടി സ്വാധീനിക്കുക ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ നീക്കം CPM രാഷ്ട്രീയത്തിനുള്ള നീക്കമായി തന്നെയാണ് പ്രധാനമായും ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പ്രാധാന്യം വർദ്ധിക്കുന്നതും. എന്താണ് ഇതിന് പിന്നിലുള്ള അൻവറിന്റെ ചേതോവികാരം, ആരാണ് അൻവറിന് പിന്നിൽ എന്ന കാര്യങ്ങൾ അറിയേണ്ടത്. ഇനി PV അൻവർ ഇതൊന്നുമല്ല ഒറ്റയ്ക്കാണെങ്കിൽ അദ്ദേഹം ഇത്ര ആരോപണം ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി ഇന്ന് കാണുമ്പോൾ മുഖ്യമന്ത്രി ഇടപെടലോടുകൂടി അദ്ദേഹം ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്മാറുമോ എന്ന കാര്യവും അറിയേണ്ടിയിരിക്കുന്നു. അൻവറിനെ ആശ്വസിപ്പിക്കാൻ, അൻവറിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അജിത് കുമാറിനെതിരെ അടക്കം അന്വേഷണം കൊണ്ടുപോകാൻ തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഇപ്പോൾ ലഭിക്കുന്ന സൂചന അല്പസമയത്തിനകം PV അൻവർ അദ്ദേഹത്തിന്റെ ഈ ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് വരും. അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണാനായി ക്ലിഫ് ഹൗസിലേക്ക് പോകും. 12 മണിക്ക് ശേഷമാണ് മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ മറ്റ് ചില പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളുണ്ട്. ആ മീറ്റിങ്ങിലാണ് മുഖ്യമന്ത്രി. അതിൻ്റെ ഒരു കാലതാമസമാണ് അൻവർ ഇവിടെ നിന്ന് പുറപ്പെടാൻ വൈകുന്നത് കാരണമായി നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതാനും മിനിറ്റുകൾക്കകം PV അൻവർ ഇവിടെ നിന്ന് പുറത്തേക്ക് വരും. ഒരുപക്ഷെ സമീപകാലത്തും കേരള രാഷ്ട്രീയത്തിൽ ഇത്രയധികം ഒരു രാഷ്ട്രീയ നീക്കം ഈ തരത്തിൽ ഉണ്ടായിട്ടില്ല. ഭരണകക്ഷി MLA ഭരണപക്ഷത്തെ പ്രധാനികൾക്കെതിരെ, അത് ആഭ്യന്തര വകുപ്പിനെതിരെ പറയുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തരിൽ ഒരാൾക്കെതിരെ, മുഖ്യമന്ത്രി ഏറ്റവും വിശ്വസ്തനായ P ശശിക്കെതിരെ ഉള്ള ഒരു നീക്കം അല്ലെങ്കിൽ ആ പ്രസ്താവനകൾ നടത്തുമ്പോൾ എന്താണ് അതിനു പിന്നിലുള്ള ചേതോവികാരം, എന്താണ് അതിനു പിന്നിലുള്ള ലക്ഷ്യമെന്ന കാര്യമാണ് അറിയേണ്ടത്. PV അൻവർ അല്പസമയത്തിനകം പുറത്തേക്ക് വരും. PV അൻവർ പുറത്തേക്ക് വരും. മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാനായി അദ്ദേഹം സെക്രട്ടേറിയറ്റിലേക്ക് പോകും. അദ്ദേഹം അല്പസമയത്തിന് കാറിൽ പുറത്തേക്ക് വരുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇവിടെ നിന്ന് ഈ MLA ഹോസ്റ്റലിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളിലേക്ക് നമുക്ക് അല്പസമയത്തിനകം പോകാനാകും. അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണാനായി പുറപ്പെടുന്നതിന് ഭാഗമായി ഇവിടേക്ക് വരുമെന്ന് തന്നെ മനസ്സിലാക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹം ഇവിടെ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച. CPM രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ, ഭരണപക്ഷത്തെ പിടിച്ചുകുലുക്കിയ, പ്രതിപക്ഷം വളരെയധികം പ്രതീക്ഷയോടെ കാണുന്ന ഭരണപക്ഷത്തെ ഒരു ഭിന്നിപ്പ് എന്ന പ്രതിപക്ഷം വിലയിരുത്തുന്ന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ വലിയ വീഴ്ചയായി, പിടിപ്പുകേടായി CBI അന്വേഷണമടക്കം പ്രതിപക്ഷം ഇതിനകം ആവശ്യപ്പെട്ട് കഴിഞ്ഞ ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ പരിസമാപ്തിയിലേക്കാണോ അല്ലെങ്കിൽ തുടർ ചലനങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ അറിയാം. ഈ കൂടിക്കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ആരോപണം ഉന്നയിച്ച മുഖ്യമന്ത്രിയുടെ വകുപ്പിനെതിരെ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ, മുഖ്യമന്ത്രി വിശ്വസ്തനായ IPS ഉദ്യോഗസ്ഥനെതിരെ ആരോപണം ഉന്നയിച്ച PV അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാനായി MLA ഹൗസിൽ പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഏറ്റവും നിർണായകമായ കൂടിക്കാഴ്ചയായി ഇതിനെ കാണണം. കാരണം PV അൻവർ ശക്തനായ MLA ആണ്. PV അൻവർ അദ്ദേഹത്തിന്റെ നിലപാടുകൾ പലപ്പോഴും തുറന്നു പറയുന്ന ആളാണ്. CPM അണികൾ, CPM നേതാക്കളെക്കാളൊക്കെ ഉപരി PV അൻവർ MLA ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണാനായി MLA ഹോസ്റ്റലിൽ നിന്ന് പോവുകയാണ്. അദ്ദേഹത്തിന്റെ വാഹനമാണ് MLA ഹോസ്റ്റലിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണാനായി ഇവിടേക്ക് പോവുകയാണ്. മുഖ്യമന്ത്രിയെ കാണാനായി PV അൻവർ
സെക്രട്ടേറിയറ്റിലേക്ക് പോവുകയാണ്. വി വിനോദൻ ക്യാമറയും അവിടെയുണ്ട്. എൽദോ അവിടെ നിന്ന് കൂടുതൽ ദൃശ്യങ്ങൾ, കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു